ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഗോവ വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ എന്താ വീഡിയോ എടുക്കാൻ തോന്നി വെച്ചാൽ ഈ മലേൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നമ്മുടെ ഷിരൂർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ വീഡിയോ എടുത്ത് തുടങ്ങാൻ വിചാരിച്ചു. നമ്മുടെ അർജുനെ കാണാതായിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ വന്നുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് വീഡിയോ എടുത്തത്. ഞാൻ ഇതിൻ്റെ ഈ ഒരു മല കാണില്ല, മലേൻ്റെ ബാക്ക് ഭാഗത്താണ് ഷിരൂർ വരുന്നത്, ഹൈവേ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇത് ട്രെയിനിലിരുന്നിട്ടുള്ള കുറച്ച് ഇങ്ങനെ നല്ല നല്ല കാഴ്ചകളായിരുന്നു. ഞാൻ ഗോവ വരെ ഒന്ന് പോവുകയാണ്, ഹോസ്പിറ്റലിലേക്കാട്ടോ പോകണം, ഗോവ ഹോസ്പിറ്റലിൽ. ഞാൻ ഗോവ മുന്നേ പോയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഗോവ ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ പോണത്. ഇത് വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അതാണ് ചെറിയൊരു ഇരുട്ട് മൂടി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പോണത് ദുരന്തോ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ട്രെയിനിൽ പോണത്. മുന്നൊക്കെ ഞാൻ പൂനെയൊക്കെ അങ്ങനെയൊക്കെ പോയ സമയത്തൊക്കെ ഞാൻ ട്രെയിനിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈ ട്രെയിനിൽ ആദ്യമായിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ രാത്രിയായി, കിടന്നുറങ്ങി, പിന്നെ നേരം വെളുത്തു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ദുരന്തോ എക്സ്പ്രസ്സിൽ കയറുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് നോക്കാം. ഒരു ഓംലെറ്റ് ഉണ്ടായിരുന്നു, ഉപ്പ് കുറവായിരുന്നു കേട്ടോ. പിന്നെ ബ്രെഡാണ് ഉണ്ടായിരുന്നത്, 2 ബ്രെഡ് ഓംലെറ്റ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. 2 ബ്രെഡ്, ഒരു ഓംലെറ്റ്, പിന്നെ ടീ കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ അവർ ചൂടുവെള്ളം കൊണ്ടുതരുമല്ലോ, നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. പിന്നെ ഒരു ജ്യൂസ്, മാൻ്റെ ജ്യൂസായിരുന്നു, പക്ഷെ ഒന്നിനും കൊള്ളില്ലായിരുന്നു. പിന്നെ ഈ ഓംലെറ്റിൻ്റെ അടിയിലായിട്ട് മട്ടർ ഉണ്ടായിരുന്നു കേട്ടോ, പച്ചപ്പട്ടാണില്ലേ, അതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒരു സോസ് ഉണ്ടായിരുന്നു, ഒരു ബട്ടറും ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വേഗം തന്നെ എത്തിട്ടോ, അരമണിക്കൂർ മുന്നേ മഡ്ഗൗണിലെത്തി. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. ഒരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളവിടെ ഓറഞ്ചും വൈറ്റും അല്ലേ, ഇവിടെ ബ്ലൂവും വൈറ്റുമാണ് വന്ദേ ഭാരതിൻ്റെ കളറ്. ഇത് അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ മഡ്ഗൗൺ. ഒരുപാട് സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ ട്രെയിനുകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ നമുക്ക് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കിടക്കണം കേട്ടോ. അങ്ങനെ പുറത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഗോവയിലെ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കേരളത്തെ പോലെ തന്നെ ഒരുപാട് സാമ്യം തോന്നുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ. ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴാണ് പച്ചപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുന്നത്. പിന്നെ ഇവിടെ ബൈക്ക് ടാക്സി, ഓട്ടോ ടാക്സി, ഇത് ഓട്ടോൻ്റെ അത് കണ്ടില്ലേ, നല്ല ഭംഗിയിൽ ഫുള്ള് കവർ ചെയ്തിട്ടുള്ളൊരു ഓട്ടോ. നമുക്ക് നല്ല സേഫ്റ്റി കടകളൊക്കെ പൊളിച്ചു ചാടി പോകുക അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ കുറേ പൊളിച്ചു. 1-2 വർഷമായിട്ടുണ്ടാവും ഗോവ വന്നിട്ട്. അയാൾ എത്രയോ മാറി. ഈ സൈഡുകളിലൊക്കെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഷോപ്പൊന്നും കണ്ടില്ല. ബൈക്കൊക്കെ നിർത്തിയിട്ടില്ലേ, അവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗോവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ, ബീർ അങ്ങനെ ഡ്രിങ്ക്സിനൊക്കെ ഉള്ള ഒരുപാട് ഷോപ്പുകൾ, കുഞ്ഞു കുഞ്ഞു ഷോപ്പിലൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, ഈ കുഞ്ഞു കുഞ്ഞു ഷോപ്പിലൊക്കെ ഉണ്ട്. പിന്നെ ഗണേശ ചതുർത്ഥി വരെയല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ഗണപതീൻ്റെ ഒരുപാട് വലിയ വലിയ രൂപങ്ങൾ, പലതരത്തിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പുതിയ താറ്, ബാക്ക് ഓപ്പണ് വരുന്ന താറാണിത്, കണ്ടപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ. പിന്നെ ഇത് ഞങ്ങളിങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓട്ടോയ്ക്ക് പോകാൻ നോക്കാം. അപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോഴാണ് ഞാൻ ആഗസ്റ്റ് 15-നാണ് കേട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ പതാക ഉയർത്തുണ്ടായിരുന്നു അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട്. കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പതാക ഉയർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പതാക ഉയർത്തുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ആഗസ്റ്റ് 15 വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെ അവിടെ ഓഫീസിൻ്റെ മുന്നിൽ പതാക ഉയർത്തുന്നത് മാത്രമേ ഉള്ളൂ.
പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഫിഷ് താളിയാട്ടോ ഓർഡർ ചെയ്ത്. ഞാൻ മുന്നേ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. ഇവിടുന്ന് തന്നെയാണ് മുന്നേ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ്റെ കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കക്ക പോലത്തെ അങ്ങനത്തെ ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞി ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു ഇതിനെന്താ പേര് പറയുക, ഈ നല്ല കട്ടിയുള്ളൊരു ചപ്പാത്തി പോലത്തെ അതിനെന്താ പേര് പറയുക, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു വലിയ കഷ്ണം മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ ബീട്രൂട്ടിൻ്റെ ഇത് മിക്സ് ചെയ്തിട്ടുള്ളൊരു മോരുണ്ടായിരുന്നു, റൈസ്. അപ്പോൾ ഇത് നമ്മൾ കറി വെക്കുമ്പോൾ ഇതിൻ്റെ ഈ തൊണ്ടൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ വെക്കുക, പക്ഷെ ഇവർ തൊണ്ടോട് കൂടിയിട്ട് തന്നു. അതെനിക്ക് പറ്റിച്ചതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. തൊണ്ട് മാത്രമേ കൂടുതലുള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ത്രിമൂർത്തി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലാട്ടോ നമ്മൾ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഗോവയിൽ വന്നിട്ടൊരു ഹോസ്പിറ്റലിൽ പോണത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ഞങ്ങൾ അവരെ വിളിച്ചു നോക്കി. അപ്പോൾ അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞു. ഇനി റൂമിലേക്ക് പോവാണ് കേട്ടോ. റൂം കണ്ടു. ഞങ്ങളെ കസിനൊക്കെ കണ്ടു. ഇനിയിപ്പോൾ ആൾക്ക് ബ്ലഡ് വേണം. അങ്ങനെ ഇനി ബ്ലഡിന് വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. പേപ്പറുകളൊക്കെ കൊണ്ടിട്ട് വേറൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഇവിടുത്തെ ഗോവയിലെ തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് റോഡൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ നമ്മളെ കേരളത്തിലെ പോലെ തന്നെ എനിക്ക് തോന്നണത്. രണ്ട് സൈഡും വയലുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ വഴികളാണ് ഇവിടെ. ടൗൺ ആണോ ചോദിച്ചാൽ ആണ്, പക്ഷേ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗിയെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ളതാണ് ഇത്. പിന്നെ പുതിയ എക്സ്പ്രസ് ഹൈവേ അങ്ങനെ പറയാൻ തോന്നുന്നു, വേറൊരു പേരുണ്ട്. അപ്പോൾ അതാണ്. ഞാൻ അന്ന് വന്ന സമയത്ത് ഇതിൻ്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് കൊണ്ടുവരുന്ന ജനറൽ ഹോസ്പിറ്റലിലേക്ക് കുറച്ച് ദൂരം പോകണം കേട്ടോ, ഒരു 3/4 മണിക്കൂറോളം പോകണം. അത് നമ്മൾ തന്നെ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെ ഇവിടെ ഒരു കാർഡുണ്ട്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു കാർഡ് കിട്ടും നമുക്ക്. അപ്പോൾ ആ കാർഡ് വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് കൊടുക്കണ്ട, അതായത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് റീപ്ലേസ് ചെയ്യണം. നമ്മൾ മേടിക്കുന്നതിന് പകരം തിരിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് തിരിച്ച് വരാൻ. നല്ല ഭംഗിയില്ലേ ഈ പാലൊക്കെ കാണാൻ, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ചുവട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് പുഴയും കടലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതിൽ അങ്ങനെ കാണില്ല, കണ്ണുകൊണ്ട് കാണുമ്പോൾ ജസ്റ്റ് കാണാമെന്നല്ലാതെ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണില്ല. പിന്നെ അത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല നല്ല ഭംഗിയില്ലേ കാണാൻ, നമ്മളെ ഇവിടുത്തെ പോലെ തന്നെ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ, എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജാണെന്ന്. അങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമായിരുന്നു. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ കാമൻ ക്വയറ്റായിട്ടുള്ള നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം. അധികം ആളുകളൊന്നുമില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നു എന്നേ ഉള്ളൂ, ആളുകളൊക്കെ കുറവാണ്. പക്ഷേ ഞങ്ങൾ ചില ഈ ബ്ലഡ് ബാങ്കിൻ്റെ ഏരിയ ആയതുകൊണ്ടാണോന്നും അറിയില്ല, എന്നാലും പൊതുവെ ഒരു ആളുകൾ കുറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. 2ാം നിലയിലാണ് തോന്നുന്നത് എനിക്ക്. ഞാൻ വന്നിട്ടില്ലല്ലോ, മുന്നേ വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുകയാണ്. സ്റ്റെപ്പ് കയറി പോകണ്ട, നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് അടിച്ച് തടിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത്. ആരും തന്നെ ഇല്ല, ഓരോരുത്തർ ബ്ലഡ് മേടിക്കാനോ ഒക്കെ ഉള്ള ആ ഒരു ബോക്സ് പിടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറി പോവുകയാണ്. ഞാൻ രണ്ടാളാണ് ബോക്സൊക്കെ കൊണ്ട്, ഞങ്ങൾക്ക് ബോക്സൊക്കെ അവിടെ നിന്ന് തന്നെ തന്ന കേട്ടോ. ബ്ലഡ് ബാങ്കിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഓരോ ബ്ലഡിൻ്റെ അന്നത്തെ ഇതാ തോന്നണേ. ആളുകൾ പൊതുവേ കുറവാണ് ഈ ഒരു ഏരിയയിൽ. ബാക്കിയുള്ള സ്ഥലത്തേക്കൊന്നും നമ്മൾ പോകാത്തത് കൊണ്ടായിരിക്കും ആളുകളെ കാണാത്തത്. അങ്ങനെ ഇനി നമ്മളിതിവിടെ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ബ്ലഡുമായിട്ട് മാച്ച് ചെയ്യണം.
അങ്ങനെ മാച്ച് ചെയ്യുന്നതിനും ഒരു 3/4 മണിക്കൂർ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ട് 3/4 മണിക്കൂർ എടുക്കും. അങ്ങനെ ഞങ്ങൾ 2-3/4 മണിക്കൂറുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ലാസ്റ്റ് ബ്ലഡ് ഇനി ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ കാർ ഓടിക്കുന്ന ചേട്ടനോട് ആയിരിക്കും കേട്ടോ പോരാന്ന് പറഞ്ഞു. അങ്ങനെ ആള് വന്നു. ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ്. പിന്നെ ഞങ്ങളെ കസിന് എന്താ അസുഖം എന്ന് വെച്ചാൽ കിഡ്നിക്ക് പ്രോബ്ലമാണ്. പെട്ടെന്ന് അറിഞ്ഞില്ല, എന്താ പറയുക, ഇന്ന അസുഖമാണെന്നുള്ള ഞങ്ങൾക്ക് അറിഞ്ഞില്ല. ഛർദിയിലാണ് തുടക്കം വന്നത്. കാലിന് മുന്നേ മസിലൊക്കെ കയറുന്നൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് മസിൽ കയറുമായിരുന്നു കാലിൻ്റെ. പക്ഷെ അന്നൊന്നും നമ്മളിത് സാധാരണ മസിൽ കയറുന്നില്ലേ എന്നുള്ളത് അങ്ങനെ വിട്ടുപോയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഛർദി വന്നു. ആളുടെ ശരീരം മെലിഞ്ഞ് പോവുമായിരുന്നു. പിന്നെ ഛർദി കൂടിയപ്പോൾ അഡ്മിറ്റായി, സോഡിയം കുറഞ്ഞു പോയി. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. പിന്നെ എന്തായാലും ഇപ്പോൾ 2 ഡയാലിസിസ് ചെയ്തു. ഇനിയും ഡയാലിസിസ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ പോയ സമയത്ത് ഡയാലിസിസ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ഏകദേശം ആഗസ്റ്റ് 15-നല്ലേ പോയേ, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ലേ. അപ്പോഴത്തേനാണ് 2 ഡയാലിസിസ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സൂക്ഷിക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ഡയാലിസിസ് ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ വേണ്ടി വരുന്നതാണ് ഡോക്ടർ പറയുന്നത്. നമുക്കിതിനെ പറ്റി വലിയൊരു അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. എന്നാലും അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്ലഡ് എടുത്തിട്ട് ഇനി തിരിച്ച് പോവുകയാണ് കേട്ടോ. സർക്കാരിൻ്റെ അവസ്ഥയല്ലേ. അങ്ങനെ ഞങ്ങൾ ബ്ലഡൊക്കെ എടുത്ത് രാത്രിയായിട്ട് എത്തിയപ്പോൾ അപ്പോഴത്തേന് നല്ല ഇരുട്ടായി. രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു സമയം പക്ഷെ നല്ല ഇരുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്ലഡൊക്കെ കൊടുത്തിട്ട് ആൾ ICUലാണ് ഇട്ടുള്ളത്. ഞങ്ങൾ കസിന് ICUലാണുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതലാക്കി നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ഇന്നിവിടെ നിന്നിട്ട് നാളെ തിരിച്ചു പോരുക. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല ഇരുട്ടായിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് വണ്ടികളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇനി പിറ്റേന്ന് വൈകുന്നേരമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രാവിലെ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ വീട്ടിൽ വന്ന് പിന്നെ ഫ്രഷായി തിരിച്ച് നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ ഒരു വന്ദേ ഭാരത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് മംഗലാപുരം വരെയുള്ളൊരു വന്ദേ ഭാരതാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു, കേരളത്തിലേക്കുള്ള ട്രെയിൻ വന്നു കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു നമ്മുടെ കോച്ച് വന്നപ്പോൾ കുറച്ച് നടക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും 10 മിനിറ്റ് അവിടെ ഇതുണ്ട്, ടൈമുണ്ട്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. A2-ലാണ് സീറ്റ്. അപ്പോൾ അങ്ങനെ എത്തി ഇനി കയറി ഇരിക്കാം. വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം പുലർച്ചെ എത്തും കോഴിക്കോട്. ഞാൻ കോഴിക്കോടാണ് ഇറങ്ങുന്നത്. അപ്പോൾ കോഴിക്കോട് പുലർച്ചെ എത്തും. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ കിടന്നിട്ട് പിന്നെ രാവിലെയാണ് എഴുന്നേറ്റ് പോകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ട്രെയിൻ എന്നുള്ള നമ്മൾ വെറുതെ ഷോ മാത്രം. അവിടുന്ന് ഗോവയിൽ നിന്ന് മലയാളികൾ കുറവായിരുന്നു. പിന്നെ അടുത്ത സ്റ്റേഷനൊക്കെ എത്തിയപ്പോഴത്തേന് കുറച്ചധികം മലയാളികൾ കയറിയിട്ടുണ്ട് കേട്ടോ. പൊതുവെ ഹിന്ദിക്കാർ കേരളത്തിലേക്ക് കുറവായിരുന്നു ആ ഒരു ബോഗിയിൽ.
വേറെ ബോഗിയിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആ ഒരു ബോഗിയിൽ പൊതുവെ നല്ല കുറവായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ട്രെയിൻ വിട്ടു. അപ്പോൾ തിരിച്ച് മംഗള ലക്ഷദ്വീപ് ട്രെയിനിലാട്ടോ വന്നത്. അങ്ങനെ ഗോവയോട് ബൈ ബൈ പറഞ്ഞ് വീണ്ടും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. ട്രെയിൻ എടുത്തു. അങ്ങനെ ട്രെയിനിൽ നിന്നുള്ള കുറച്ച് ചെറിയ കുഞ്ഞു വിശേഷങ്ങളായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.